തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളെ ചൊല്ലി തൃശൂരിൽ വിവാദം. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് വ്യക്തമാക്കി മകൻ രഘു ഇട്ട പോസ്റ്റാണ് കൂട്ടത്തിലാദ്യം. നടൻ ടൊവിനോ തോമസിനൊപ്പമുള്ള തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ഫോട്ടോയാണ് മറ്റൊന്ന്. ചർച്ചയായതോടെ ഇരുവരും പോസ്റ്റുകൾ പിൻവലിച്ചു. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും സ്ഥാനാർത്ഥികൾ കാണുമെന്നും അത് വിവാദമാക്കേണ്ട എന്നുമായിരുന്നു VS സുനിൽകുമാറിന്റെ പ്രതികരണം. ഞാൻ ടൊവിനോ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, അപ്പോൾ നമ്മുടെ വോട്ടറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഷൂട്ടിംഗ് കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ആളെ കാണാൻ പോയപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ നമ്മുടെ ആളുകളുടെ എടുത്തിട്ടപ്പോൾ ചിഹ്നടക്കമുള്ള ഫോട്ടോ ഇട്ടു, ഒരു പ്രചരണ ഫോട്ടോ പോലെ ഇട്ടു. അപ്പോൾ ഞാനും ടൊവിനും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോ ഇടുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് അയാൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറാണെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് നമ്മുടെ ആളോട് നിർദ്ദേശം കൊടുത്തു, ഇടരുന്ന് പറഞ്ഞു. അത് പിൻവലിക്കുകയും ചെയ്തു. അതിൽ പ്രശ്നങ്ങളില്ല, ഇപ്പോൾ അത് അവസാനിച്ചു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഈ ഗോപിയാശാനെ ആര് സ്വാധീനിച്ചു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ? വേണു, ഈ ഗോപി ആശാനുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി അടുപ്പമുള്ള ഒരു ഡോക്ടർ ഇടപെട്ടുകൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണം. ഇത് സംബന്ധിച്ച് മകൻ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. VIP-കൾ അച്ഛനെ സ്വാധീനിക്കാൻ വേണ്ടി ചില VIP-കൾ ഉപയോഗിച്ച് സുരേഷ് ഗോപി ശ്രമം നടത്തുന്നു എന്നുള്ളതായിരുന്നു ആരോപണം. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതിന് തൊട്ട് പിന്നാലെ ഇത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗോപി ആശാൻ പറയുന്നത് തന്റെ അറിവോടുകൂടിയല്ല മകൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നൊരു നിലപാടിലാണുള്ളത്. മറുവശത്താണ് LDF സ്ഥാനാർത്ഥിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ടൊവിനോ തോമസിന്റെ പോസ്റ്റ് വരുന്നത്. അതായത് അദ്ദേഹത്തിന് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയുണ്ട്, അദ്ദേഹം അതിന്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിക്കുന്നുണ്ട്. ആ തലത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ടൊവിനോയും ഒന്നിച്ചുള്ള സ്ഥാനാർത്ഥിയുടെ ചിഹ്നമടക്കം പതിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റർ പുറത്തുവിട്ടത്. ഇതിനെതിരെയാണ് ടൊവിനോ രംഗത്തെത്തിയത്. തൊട്ടു പിന്നാലെ VS സുനിൽകുമാർ ഇടപെട്ട് ഇത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും VS സുനിൽകുമാർ പറയുന്ന മറുപടി ഇപ്രകാരമാണ്. അതായത് ഈ ചിഹ്നം ഉപയോഗിച്ചതിലാണ് ടൊവിനോയ്ക്ക് അതൃപ്തി ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. മറിച്ചുള്ള പ്രചാരണം തെറ്റാണ് എന്ന് പറയുന്നുമുണ്ട്. BJP അതുപോലെ തന്നെ കോൺഗ്രസ് ഹാൻഡിലുകൾ അടക്കം ടൊവിനോയുടെ അനുവാദമില്ലാതെ ഈ ഫോട്ടോ എടുത്തു എന്ന തരത്തിലുള്ള പ്രചാരണമാണ് നടക്കുന്നത്. എന്തായാലും അതിനെ തള്ളിക്കൊണ്ട് ടൊവിനോ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. വേണം ശരി, ഈ കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നിട്ടുണ്ടല്ലോ, എന്താണ് അദ്ദേഹം പറയുന്നത് സൂരജ്? അതായത് ഈ വിവാദം അനാവശ്യമാണ് എന്നുള്ളതാണ് സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത് താനോ പാർട്ടിയോ ഇത്തരത്തിൽ ഈ ഗോപി ആശാനെ സ്വാധീനിക്കാനോ സമീപിക്കാനോ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം വരുന്നത് തനിക്ക് എങ്ങനെയാണ് എന്നറിയില്ല എന്നുള്ളതാണ് നിലവിൽ ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്. ഒരിക്കലും ഗോപി ആശാനെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാനോ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നീക്കവും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഇദ്ദേഹവും തീർത്തു പറയുന്നുണ്ട്. എന്തായാലും ഈ മകൻ രഘു പറയുന്നത് ഇത്തരത്തിലാണ്. തങ്ങളുമായി അടുത്ത ബന്ധമുള്ള ഒരു കുടുംബ സുഹൃത്ത്, അതായത് ഒരു ഡോക്ടറാണ്, അദ്ദേഹമാണ് ഇത്തരത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കുന്നത്. ആ സമയത്ത് തന്നെ നീരസം പ്രകടിപ്പിച്ചു, പക്ഷേ പത്മഭൂഷൺ നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഈ ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നത്. വേണു, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.